ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എങ്ങനെ ബിറ്റ്കോയിൻ വാങ്ങാം എന്നതിനെക്കുറിച്ചാണെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ വാങ്ങിയ ബിറ്റ്കോയിൻ വിൽക്കാം എന്നതിനെക്കുറിച്ചാണ്. ഫസ്റ്റ് ഇത് വിറ്റതിന് ശേഷം ഈ വിറ്റ ബിറ്റ്കോയിൻ വിറ്റതിന് ശേഷം നമുക്ക് ഇവിടെ ബൈനാൻസിൽ ഡിഫാൾട്ടായിട്ട് കിട്ടുന്നത് USDT ആണ്. ഈ USDT എങ്ങനെ സെല്ല് ചെയ്ത് അത് അൾട്ടിമേറ്റ്ലി നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഈ ഒരു പ്രോസസ്സിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ബിറ്റ്കോയിൻ എങ്ങനെ വിറ്റ് നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും എന്ന കാര്യമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ നിങ്ങൾ സ്പോട്ട് വാലറ്റിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് $137 ബിറ്റ്കോയിൻ ഉണ്ട്. ഇതാണ് ഞാനിപ്പോൾ വിറ്റ് ക്യാഷ് ആക്കി മാറ്റാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബിറ്റ്കോയിൻ ആയിട്ട് തന്നെ വിറ്റ് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ക്യാഷ് നമ്മൾ അക്കൗണ്ടിൽ വരുന്ന രീതിയിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഏറ്റവും ബിറ്റ്കോയിനെക്കാട്ടും കൂടുതൽ എപ്പോഴും നല്ല രീതിയിൽ ലിക്വിഡിറ്റി ഉണ്ടാകുന്നതും പെട്ടെന്ന് തന്നെ നല്ല എക്സ്ചേഞ്ച് റേറ്റിൽ നമുക്ക് വിൽക്കാൻ പറ്റുന്നതും USDT ആയതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള ബിറ്റ്കോയിൻ ഞാൻ ഫസ്റ്റ് USDT ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ആ USDT ആണ് ഞാനിവിടെ വിൽക്കാൻ പോകുന്നത്. USDT എന്ന് പറയുമ്പോൾ US ഡോളറിൻ്റെ ഒരു ക്രിപ്റ്റോ വേർഷനായിട്ടുള്ള കോയിനെയാണ് സ്റ്റേബിൾ കോയിനെയാണ് നമ്മൾ USDT എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഈ ഒരു ബിറ്റ്കോയിൻ കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ കയ്യിലുള്ള എല്ലാ ബിറ്റ്കോയിനും ഞാൻ നമ്മൾ ഏതിൽ നിന്നാണോ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഫ്രം കൊടുക്കുക. ഇനി ഏതിലേക്കാണ് മാറ്റേണ്ടത്, എനിക്കിവിടെ USDTയിലേക്കാണ് മാറ്റേണ്ടത്. അതുകൊണ്ട് ഞാൻ തന്നെ USDT എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. എത്രത്തോളം മാറ്റണം, മാക്സിമം മാറ്റണം. എൻ്റെ കയ്യിലുള്ള മൊത്തം ഞാൻ വിൽക്കുകയാണ്, അതുകൊണ്ട് തന്നെ അത്രയും ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ എനിക്ക് കിട്ടാൻ പോകുന്നത് 137.43 USDT ആണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാനത് കൺവേർഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാ കൺവേർഷൻ സക്സസ്ഫുൾ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു USDT ഇനി സ്പോട്ട് വാലറ്റിൽ പോകുന്ന സമയത്ത് കണ്ടോ, ഇവിടെ 137.43 USDT ആയിട്ട് അത് മാറിയിരിക്കുകയാണ്. ബിറ്റ്കോയിൻ ഇവിടെ കാണാൻ കഴിയുന്നില്ല, കാരണം നമ്മൾ ബിറ്റ്കോയിൻ ഓൾറെഡി കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു USDTനെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു എമൗണ്ട് നമ്മൾ ക്യാഷ് ആക്കിയിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുത്താൻ പോവുകയാണ്. സോ നമ്മളിവിടെ സെല്ല് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. സോ ഞാൻ എൻ്റെ കയ്യിലുള്ള മാക്സിമം USDT സെല്ല് ചെയ്യാണ്. ഇനി ഏതൊക്കെ കറൻസിയാണ് നിങ്ങൾക്ക് സെല്ല് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിവിടെ സെല്ല് ചെയ്യുന്നത് USDT ആയതുകൊണ്ട് തന്നെ ഞാനത് ചൂസ് ചെയ്തു. ഇനി എത്ര ക്വാണ്ടിറ്റിയാണ് നമുക്ക് സെല്ല് ചെയ്യേണ്ടത്, ഇതിവിടെ വേണമെങ്കിൽ എനിക്ക് ടൈപ്പ് ചെയ്യാം. ഇനി അതല്ല, എനിക്ക് എൻ്റെ കയ്യിലുള്ള മുഴുവൻ വിൽക്കേണ്ടത് കൊണ്ട് തന്നെ ഞാനിവിടെ 100% എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്നത് എത്രയാണ് എന്നുള്ളതൊക്കെ ഇവിടെ കാണാൻ പറ്റും. സോ ഞാനിവിടെ ഏത് പേയ്മെൻറ്റ് ടേംസ് ആണ്, ഏതിൽ അക്കൗണ്ടിലേക്കാണ് നമുക്ക് ഫണ്ട് ക്രെഡിറ്റ് ആവേണ്ടത്, ഞാൻ എൻ്റെ പെട്ടെന്ന് ട്രാൻസാക്ഷൻ നടക്കേണ്ടതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ UPI ID ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിൽ ഫണ്ട് ട്രാൻസ്ഫർ ആയിട്ടാണ് വരണമെങ്കിൽ IMPS എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങളെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്നതാണ്. അതല്ല ഗൂഗിൾ പേ ആണെങ്കിൽ ഇവിടെ കൊടുക്കാൻ പറ്റും. അതുപോലെ ബാങ്ക് ട്രാൻസ്ഫർ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ എപ്പോഴും പെട്ടെന്ന് തന്നെ ഫണ്ട് ക്രെഡിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ UPI പോലത്തെ പേയ്മെൻറ്റ് മെത്തേഡാണ് ഏറ്റവും എഫക്റ്റീവ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ UPI പോലത്തെ പേയ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി പുതിയ അക്കൗണ്ടുകളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് പുതിയ UPI അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പുതിയ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണമെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ UPI ID ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതനുസരിച്ച് 12,031 ദിർഹംസാണ് കിട്ടാൻ പോകുന്നത്. ഇത് ഓരോ സെക്കൻഡിലും ചെറിയ രീതിയിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. അത് മാർക്കറ്റ് പ്രൈസിനനുസരിച്ച് മാറുന്നതാണ്. ഓക്കെ, സോ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇപ്പോഴത്തെ പ്രൈസ് അത് തന്നെയാണ്. ഞാൻ ഇത്രയും 137.43 USDT വെക്കുമ്പോൾ 12,061 രൂപയാണ് കിട്ടാൻ പോകുന്നത്. ഞാനിവിടെ കൺഫർമേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഓൾറെഡി സെല്ല് എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ താഴെ പേയ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് ഇവിടെ താഴെ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് കാണാൻ പറ്റും. പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് റിസീവ്ഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളിവിടെ പേയ്മെൻറ്റ് റിസീവ്ഡ് എന്നുള്ളത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ. കാരണം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് നിങ്ങൾ വിൽക്കുന്ന ക്രിപ്റ്റോൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടാതെ പോകും. എനിവേ നമുക്ക് ഏതെങ്കിലും മെസ്സേജ് ഒക്കെ ഇയാൾ അയച്ചിട്ടുണ്ടോ നമുക്ക് നോക്കാം.
എനിവേ ഐ ആം ചെക്കിങ് ഇറ്റ്. ഓക്കെ, ഹലോ. അയാൾ എൻ്റെ മൊബൈൽ നമ്പറൊക്കെ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനിതിവിടെ നമ്പറൊക്കെ കൊടുക്കാൻ പോവുകയാണ്. സോ അപ്പം ആ നമ്പേഴ്സൊക്കെ ഞാൻ അദ്ദേഹം ചോദിച്ചിരിക്കുന്ന എൻ്റെ നമ്പറൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പേയ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ പേയിലാകുന്ന അദ്ദേഹം പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ പേ അക്കൗണ്ടിൽ പോയതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെക്ക് ചെയ്യണം. അതാണ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ ഈക്വലൻ്റ് ആയിട്ടുള്ള 12,025.39 രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ഉറപ്പ് വരുത്തണം. അങ്ങനെ പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ക്രിപ്റ്റോ, ഈ പേയ്മെൻറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ അയാൾക്ക് റിലീസ് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, ഇവിടെ ടൈം കാണിക്കുന്നുണ്ട്. നമുക്ക് പേയ്മെൻറ്റിന് ഇയാൾക്ക് പേയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഏകദേശം 60 മിനിറ്റോളം ടൈമുണ്ട്, 1 മണിക്കൂറോളം ടൈമുണ്ട്. ഇത് അയാളെ മാക്സിമം ടൈമാണ്. എനിവേ അതിനു മുമ്പ് തന്നെ ഇയാൾ ഈ പേയ്മെൻറ്റ് നമുക്ക് റിലീസ് ചെയ്ത് തരുന്നതാണ്. അങ്ങനെ റിലീസ് ചെയ്താൽ മാത്രമാണ് ഞാനിവിടെ ഇയാൾക്ക് എൻ്റെ ക്രിപ്റ്റോ റിലീസ് ചെയ്ത് കൊടുക്കുള്ളൂ. എനിവേ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമുക്ക് ഇയാളുടെ അടുത്ത് ചാറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ടാബ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലീസ് ലെറ്റ് മീ നോ വൺസ് യു ഡൺ ദ പേയ്മെൻറ്റ് അയാൾക്ക് പ്ലീസ് ലെറ്റ് മീ നോ once you have done the payment. നമ്മൾ ഇയാൾക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ആൾ ഓൺലൈനിലുണ്ട്. നമുക്ക് വാട്സപ്പിലുള്ളത് പോലെ തന്നെ നമുക്ക് ഇവിടെയും ഇയാൾക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. സോ എനിവേ നമ്മൾ ഇയാളുടെ പേയ്മെൻറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആൾ പേയ്മെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൾ പേയ്മെൻറ്റ് മൂപ്പര സൈഡിൽ തന്നെ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം അപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, ഇത്രയും ഈക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റായി എന്ന് ബാങ്കിൻ്റെ മെസ്സേജ് വന്നു. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു സമയത്ത് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, എനിക്കുള്ള പേയ്മെൻറ്റ് കിട്ടി, അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ നമ്മൾ റിലീസ് ചെയ്യണം. ഇതാണ് നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഞാനിവിടെ പേയ്മെൻറ്റ് റിസീവ്ഡ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ താഴെ 2 കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്. ഐ ഹാവ് നോട്ട് റിസീവ്ഡ് ദ പേയ്മെൻറ്റ്, ഐ ഹാവ് റിസീവ്ഡ് ദ പേയ്മെൻറ്റ്. സോ എനിക്ക് മുഴുവൻ പേയ്മെൻറ്റും കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ ഐ ഹാവ് റിസീവ്ഡ് ആൻഡ് വെരിഫൈഡ് ദ ഫോളോയിങ് എമൗണ്ട് ഇൻ മൈ അക്കൗണ്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇയാൾക്ക് റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം, നമുക്ക് അക്കൗണ്ടിൽ ഫണ്ട് കിട്ടിയാൽ മാത്രമേ നമ്മൾ ക്രിപ്റ്റോ റിലീസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും തന്നെ നമ്മൾ ക്രിപ്റ്റോ റിലീസ് ചെയ്യാൻ പാടില്ല. സോ എനിക്ക് കിട്ടിയത് കൊണ്ട് തന്നെ ഞാനിവിടെ റിലീസ് ചെയ്തിരിക്കുകയാണ്. സോ അപ്പോൾ ഇയാൾക്കുള്ള ഇത് പേയ്മെൻറ്റിന് നമുക്ക് കിട്ടി, അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ ഞാൻ അയാൾക്ക് സെല്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് ഒരു ബിറ്റ് കോയിൻ സെല്ല് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ബിറ്റ് കോയിൻ വിറ്റ് ക്യാഷാക്കി മാറ്റാനുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.